അങ്ങനെ നമ്മളിതാ ഫ്ലൈറ്റൊക്കെ ഇറങ്ങി കേട്ടോ. ഫ്ലൈറ്റൊക്കെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി. നമ്മളപ്പോൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാബ് വരാൻ കുറച്ച് നേരം എടുത്തു കേട്ടോ. അങ്ങനെ ക്യാബൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മളിനി നേരെ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ ഡൽഹിയിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നോക്കി എന്ത് രസമായിട്ടാണ് വണ്ടികളൊക്കെ പോണതല്ലേ. ക്ലീൻ സിറ്റിയാണ് കേട്ടോ. സത്യം പറയില്ല, എന്ത് ക്ലീനാണ് അവിടെ എല്ലാവരും. ഒരു ചവറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റോ അങ്ങനെ ഒരു സാധനവും റോട്ടിലൊന്നും ഇല്ല കേട്ടോ. എന്ത് രസമായിട്ടാണ്. ഇപ്പോൾ വണ്ടികൾ പോകുന്നതാണെങ്കിലും എന്ത് സൈലൻ്റ് ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ അധികം ഹോണടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല കൂളായിട്ട് പോകണുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് സാവധാനം പോവാണ് കേട്ടോ. നമുക്ക് ബ്ലോക്കൊന്നും അത്ര അധികം കിട്ടിയൊന്നുമില്ല കേട്ടോ. വിചാരിച്ച പോലൊരു ബ്ലോക്കൊന്നും നമുക്ക് കിട്ടിയൊന്നുമില്ല. അങ്ങനെ നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമോളാണെങ്കിലും അതേട്ടോ നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. എന്ത് രസമല്ലേ പോണ കാണാനായിട്ട്. ഫുള്ള് ക്യാബാണ് കേട്ടോ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം അവിടെ എയർപോർട്ടിൽ നിന്നുള്ള വണ്ടികൾ തന്നെയാണ്. ഏകദേശമൊക്കെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ നമ്മുടെ ട്രെയിൻ വന്ദേ ഭാരതായിരുന്നു. അതവിടെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. നമ്മൾ വേഗം ചെന്ന്, നമ്മളാണെങ്കിൽ ആദ്യമായിട്ടായിരുന്നു വന്ദേ ഭാരതിൽ. വന്ദേ ഭാരത് ഇറങ്ങിയ സമയത്ത് എല്ലാവരും അതിൽ പോകണുണ്ടായിരുന്നല്ലോ. അപ്പോൾ തൊട്ടേയുള്ള ആഗ്രഹമായിരുന്നു അതിൽ കയറണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അനിയത്തിയോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് വന്ദേ ഭാരത് എടുത്ത് തരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വന്ദേ ഭാരതിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നല്ല സ്പീഡിലായിട്ടാണ് പോകണേ. പക്ഷെ ഇതൊന്നും നമ്മുടെ ആദ്യമോളെ ബാധിച്ചിട്ടില്ല കേട്ടോ. ആൾ നല്ല കൂളായിട്ട് അച്ഛൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ഓപ്പോസിറ്റ് സീറ്റിലാണ് അച്ഛനും അമ്മയും ഉള്ളത്. അപ്പം അവരും അങ്ങനെ നോക്കി വർത്തമാനം പറയുന്നുണ്ട്. ഇയാളെ ഇടയ്ക്ക് അവർ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആളാണെങ്കിലോ അച്ഛൻ്റെ താടി മീശയും കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അത് മതി, അതിൽ തന്നെ കളിയാണ് കേട്ടോ. ഉറക്കം വരുന്നുണ്ട്, പക്ഷെ ആൾ ഉറങ്ങൂല. ഇങ്ങനെ അച്ഛൻ്റെ മേത്ത് ഇങ്ങനെ കളിച്ച് കിടക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ കാഴ്ചകൾ ഫുള്ള് പഞ്ചാബിലാണ് കേട്ടോ. നമ്മൾ നേരെ ലുധിയാനയ്ക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പഞ്ചാബിൽ കാണാം കേട്ടോ.